നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഞങ്ങൾ പടയണിപ്പാറയിൽ നിന്ന് തിരിച്ച് വന്ന വഴി തന്നെ വരികയാണ് കേട്ടോ. ചെന്നിട്ട് നമുക്ക് മണിയാർ ഡാം പോകാം. ഈ റോഡ് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പതിയെ പോകുന്നത് കേട്ടോ. പടിഞ്ഞാറൻ ഘട്ടത്തിൻ്റെ കാടുകളും മലകളും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കക്കട്ടാറ് റിവറിലാണ്. എസ്റ്റേറ്റ് ആണ്. അതിനകത്തൊരു വീടുണ്ട് കേട്ടോ. ഫാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതായിരിക്കും. ഇവിടെ എല്ലാം ഫെൻസ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഫെൻസ് ആണ്. പക്ഷെ ആന കയറുന്നുണ്ടായിരിക്കില്ലടാ, ആയിരിക്കണം. ആനയും വരാറുണ്ടെന്നുള്ളതാണ് സത്യമായ കാര്യമാണ്. കാട്ടുവഴി അല്ലെങ്കിൽ നമ്മുടെ വേഴാമ്പലായിരിക്കണം. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ കാട്ടിലെ കിളികളുടെ ശബ്ദം അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ മൊത്തം പച്ചിരിക്കുന്നു, ഈ സൈഡിൽ ഇലകളില്ലാതെ മരങ്ങൾ നിൽക്കുന്നുണ്ടോ, കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. റബ്ബറിന്റെ പാലെടുക്കുന്നതായിരിക്കും, പാലടിക്കാൻ വിഷം വെച്ചേക്കുന്നു. സോളാറൊക്കെ വെച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാൽ പ്ലാസ്റ്റിക് ആണ് വേസ്റ്റ്. അതെ, ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ട് തട്ടിയ. ആളൊഴിഞ്ഞ ഭാഗമായതുകൊണ്ട് ഇവിടെ എല്ലാം കൊണ്ട് തട്ടാം. ഇവിടെ ക്യാമറ ഇല്ലല്ലോ, ക്യാമറയും കൂടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അറിയാൻ പറ്റും. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല സിസ്റ്റം ഉണ്ടായിരുന്നതുകൊണ്ട് ഫോറസ്റ്റൊക്കെ അടിപൊളിയായിട്ട് സൂക്ഷിക്കാമായിരുന്നു. അതെ, വേസ്റ്റ് കൊണ്ട് തട്ടാൻ വേണ്ടി ഒരു ഏരിയ ആണ്. ഇടുക്ക് വഴി ആയതുകൊണ്ട് ആന വെച്ചിട്ടാണോ, ആന ചവിട്ടിയാണോ? വീണ്ടും നമ്മൾ വഴി തിരിച്ച് വന്നിരിക്കുകയാണ്. പടയണിപ്പാറയിൽ തിരിച്ച് നമ്മൾ ഇപ്പോൾ കേരള ആംഡ് ഫോഴ്സിൻ്റെ ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. ഓക്കെ, ഇവിടുന്ന് അടുത്താണ് ഇനി മണിയാറ ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടുന്ന്. നമ്മളെ മറ്റേ അല്ലാതെ ഈ കാശ്മീർ ഈ കൈതത്തോട്ടത്തിനകത്തുള്ള വഴി താങ്ക്സ്. അവിടെ നിന്ന് ആ വഴിയാണ് പോകുന്നത്, മേലോട്ട് പോകുന്നത്. ആ വഴി ഇപ്പോൾ പൊളിഞ്ഞു കിടക്കും. അപ്പോൾ നമുക്ക് ഈ വഴി തന്നെ ചെന്നിട്ട് പോവാം.
വഴി ഡാമിന് വടക്കോട്ട് പോകാം. ഏത് വഴി? അവിടെ ഒരു കോൺക്രീറ്റ് വഴിയില്ലേ, അവിടെ നിന്ന് അങ്ങോട്ടാണ്. പുള്ളി പറഞ്ഞ വഴി അതല്ലല്ലോ. അതല്ല, ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവും. മണിയാർ പാലം കഴിഞ്ഞിട്ട് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ്. ഈ റൈറ്റ് അല്ലേ ഞാൻ പോയി? അല്ലയോ, ഞാൻ പോയി ഈ റൈറ്റ്. പിന്നെ റൈറ്റ് ആവുക. നീ പോയിട്ടുണ്ടോ? പുള്ളി ഞാനല്ലേ പറഞ്ഞേ, ഇവിടുന്ന് റൈറ്റ് എന്നാ പറഞ്ഞേ. ഇവിടെ ചോദിച്ചു. ഈ വഴിയല്ലേ നീ പോയെ? മണിയാർ ഡാമിൻ്റെ പാലം നിൽക്കുന്ന അവിടെ നിന്ന് ചെറിയൊരു തോടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഇതുവഴി ഒരു തോട് പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളെല്ലാം പച്ചിച്ചാനാ നിൽക്കുന്ന, ഇലകളൊന്നും പോയിട്ടില്ല. കണ്ടോ? ഈ ഫോറസ്റ്റ് ഏരിയ അല്ലേ? ഞാൻ മണിയാണ്ടാൻ കുറച്ചേരിക്ക് പാലം ഉണ്ടല്ലോ. ആ വഴിയാണോ വരുന്നത്? സെൽഫിയാണോ? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓഫീസാണ് കേട്ടോ. സോളാർ വെച്ചൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. മുമ്പിലൊരു അക്വഡേറ്റ് കാണുന്നുണ്ടോ? ചെറിയ തോടും അക്വഡേറ്റിലൂടെ ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അല്ല, അക്വഡേറ്റിൽ നിന്ന് വെള്ളം വരുന്ന. ഒരു കാലത്ത് ഫുള്ള് കാടായിട്ട് കിടന്ന സ്ഥലമാണ്. പിന്നെ മനുഷ്യരെല്ലാം വന്ന് ഇവിടെ താമസം തുടങ്ങിയ പിന്നെയാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. കൃഷിക്ക് വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പ്രദേശത്തിന് സമീപമുള്ള മണിയാർ ഡാം സ്ഥിതി ചെയ്യുന്നിടത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരും ഇല്ല ഇവിടെ കേട്ടോ. ഒരു വണ്ടി മാത്രമേ കിടക്കുന്നുള്ളൂ ഇവിടെ. ഓക്കെ, വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു തൂക്കുപാലമുണ്ട് റൈറ്റ് സൈഡിൽ, നമ്മൾ വന്ന വഴി കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ചെല്ലാൻ പറ്റും. ആ 1990കളിലാണ് ഇത് നിർമ്മിച്ചത്. അണക്കെട്ടിന് ജലസേചനം, വൈദ്യുതി ഉൽപാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നീ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന മണിയാർ ഹൈഡ്രോളിക് പ്രോജക്റ്റ് വഴിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ മുമ്പ് കക്കട്ടാറിൻ്റെ ഒരു ഹൈഡ്രോളിക് പ്രോജക്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡാമിൻ്റെ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. അല്ല, ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ശരിയാക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് പഴയ ബിൽഡിംഗ്, ഇവിടുത്തെ ജലസേചന പദ്ധതി, വാട്ടർ അതോറിറ്റിയുടെ പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതാണ് ആ തൂക്കുപാലം. ഇതുവഴി അക്കരയ്ക്ക് കിടക്കാം. ഇപ്പം ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെയാണെന്ന് അറിയില്ല. ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റ് കൊടുക്കാനാണെന്ന് തോന്നുന്നു. റോഡും പണിയുന്നുണ്ട്. ഈ ഭാഗമെല്ലാം റിട്ടേണിങ് ബോൾ കൊടുത്തിട്ട് ഇവിടെല്ലാം മണ്ണ് ഫില്ല് ചെയ്തേക്കാം. മണ്ണ് ഫില്ല് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട് കെട്ടടിച്ച് റെഡിയാക്കുവാണ് കേട്ടോ. അവിടെയും വഴി ഉണ്ടാക്കാനാണ് തോന്നുന്നു. മുകളിലേക്ക് പോകാൻ, ഡാമിന്റെ മുകളിലോട്ട് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. അതിൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ഉയർച്ച കാണുന്നുണ്ട്. അതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ വെക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനുള്ള സെറ്റപ്പ് ആണ്. സ്റ്റീൽ സ്ട്രക്ചറിലെല്ലാം സെറ്റ് ചെയ്യുക. എന്താ മണിയാർ പാലത്തിൻ്റെ അവിടെ നിന്ന് വരാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. എളുപ്പം വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്കിത്, മണിയാർ ഡാം. ഇതിന് മുകളിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാണാൻ പറ്റുന്ന സൂപ്പർ വ്യൂ ആയിരിക്കും. വർക്കൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കിനി ഒരു ദിവസം കൂടെ വരണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരെയും കാണാനില്ല. ഇന്ന് വർക്കേഴ്സ് ആരും ഇവിടെ ഇല്ല, കാണുന്നില്ല ആരെയും. ഉണ്ടോ? അവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫുഡ് സെർവ് ചെയ്യാനാണോ എന്നുള്ളത് സംശയം. ഈ കോഫി എല്ലാം ചെറിയ സെറ്റപ്പ് എല്ലാം അറിയാം. ഇതിൻ്റെയാണെന്ന് അറിയത്തില്ല. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കൺസ്ട്രക്ഷനാണ്. ഇതാണ് ഫ്രെയിം, ഒരു റെക്ടാങ്കുലർ ഫ്രെയിം. ഇത് ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിമാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമും കിട്ടും, നല്ലൊരു ഫ്രെയിമും കിട്ടും കേട്ടോ. പടിഞ്ഞാറൻ ഘട്ടത്തിൻ്റെ കാടുകളും മലകളും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കക്കട്ടാറ് റിവറിലാണ്. ഇത് ചെന്ന് ചേരുന്നത് പമ്പാ നദിയിലേക്കാണ് കേട്ടോ. ഫോറസ്റ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ വർക്ക് കേട്ടോ. ഇവിടെ എന്ത് രസമുണ്ട് കാണാൻ അല്ലേ. ഇവിടെ നിന്ന് ആ പച്ചപ്പൊക്കെ കണ്ടോ. റൈറ്റ് സൈഡിലും അവിടെ ചെറിയ കുന്നിലൊരു വീടുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് വെള്ളമാണ് ഒഴുകുന്ന, താഴെ നിറച്ചും വെള്ളം. അവിടെ ഒരു ചെറിയ വീട്, അതിനപ്പുറത്തേക്ക് റബ്ബർ എസ്റ്റേറ്റ് ആണല്ലോ. പുൽമേട് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ എസ്റ്റേറ്റ്. നല്ല രസമുണ്ട് കാണാൻ. വെള്ളം കുറവുള്ള സമയമാണ്. ഇപ്പം വറവായതുകൊണ്ട് ഇപ്പം വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. കേരള ആംഡ് ഫോഴ്സിൻ്റെ ഒരു ക്യാമ്പുണ്ടല്ലോ, ആ ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ വഴിയെല്ലാം പൊളിഞ്ഞ് കിടക്കും. അപ്പോൾ ആ വഴി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വന്ന് കയറാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ഫുൾ വർക്ക് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്തേക്കുന്നില്ലേ, അതിനകത്ത് ചെടി വെക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. രാവിലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. ലൈറ്റും ഉണ്ട്, നല്ല ലൈറ്റും ഉണ്ട് അതിൻ്റെ. ശ്രദ്ധിച്ച്, ഇവിടെ ഒരു പ്രാവ് ഇരിപ്പുണ്ട് കണ്ടോ. ഫ്രണ്ടിലൊരു പ്രാവ് ഇരിപ്പുണ്ട്. കുറേ നേരമായി ആയത് ഇവിടെ ഇരിക്കുന്നു. അത് ഇര തേടി വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കൂട് കാണും അതിൻ്റെ. അത് പോയി പറന്നുപോയി താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസമുണ്ടല്ലേ. ആറിൽ വെള്ളം കുറവാണെങ്കിലും കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ.
ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതുകൊണ്ട് അക്കരെ കാണുന്ന ആ പച്ചപ്പുള്ളത് കൊണ്ടാണ് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നത്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് അതിൻ്റെ ഭംഗിയുണ്ടോ, ആ വെള്ളം ഒഴുകി വരുന്നത് പതഞ്ഞ് വരുന്നതിൻ്റെ കൂട്ട് നമുക്ക് കാണാൻ പറ്റും. വെളുത്ത നിറത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ. കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ കയറണമെന്നുണ്ടെങ്കിൽ പാടാം. ഇവിടുന്ന് വെള്ളം ഒഴുകി സ്ട്രെയിറ്റ് ആയിട്ട് ചെന്നിട്ട് അവിടെ ഒരു വളവാണ് കേട്ടോ. വളഞ്ഞാ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് വളഞ്ഞ് തിരിഞ്ഞാണ് വെള്ളം പോകുന്നത്. പിന്നെ സത്യത്തിൽ ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സ് നമുക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, ഈ കാട്ടിലുള്ള ജീവികൾക്കും പറവകൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു ജലസ്രോതസ്സാണ് ഇത്. ഇനിയിപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകണം. പോയി അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് മുകളിലോട്ട് കയറിപ്പോകാൻ.